എല്ലാവർക്കും നമസ്കാരം. ഒക്ടോബർ 5-ാം തീയതി നടന്ന മലയാളം ക്ലാസ്സിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ഓമനയുടെ ഓണം. കഴിഞ്ഞ ക്ലാസ്സിലെ ചില പഠന പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. പ്രവർത്തനം 1, പ്രയോഗങ്ങൾ കണ്ടെത്താം. കവിതയെ മനോഹരമാക്കുന്ന 1-2 പ്രയോഗങ്ങൾ അധ്യാപകൻ നമുക്ക് പറഞ്ഞു തന്നു. മറ്റു പ്രയോഗങ്ങൾ കവിതയിലുണ്ടെങ്കിൽ കണ്ടെത്തുക എന്നാണ് 1-ാമത്തെ പ്രവർത്തനം. 2 വരി നോക്കാം. കോളാമ്പിപ്പൂ ചാർത്തിടുമോണക്കോടിയും ഇതിനോട് പറ്റില്ല. കോളാമ്പിപ്പൂവിൻ്റെ ഓണക്കോടിക്ക് ഓമനയുടെ ഓണക്കോടിയുടെ അത്രയും ഭംഗിയില്ല. ഓണക്കോടി ഉടുത്ത് നിൽക്കുന്ന കോളാമ്പിപ്പൂവിന് ഓണക്കോടി എടുത്ത് നിൽക്കുന്ന ഓമനയുടെ അത്രയും പോലും ഭംഗിയില്ല. കോളാമ്പിപ്പൂവിൻ്റെ ഓണക്കോടിയുടെ നിറം എന്താണ്? മഞ്ഞ. കോളാമ്പിപ്പൂവിൻ്റെ നിറം മഞ്ഞയാണ്. അതുപോലെ തന്നെ ഓമനയുടെ ഓണക്കോടിയുടെ നിറവും മഞ്ഞയാണ്. അപ്പോൾ കോളാമ്പിപ്പൂവിൻ്റെ ഓണപ്പുടവയേക്കാളും ഓമനയുടെ ഓണപ്പുടവയാണ് ഭംഗിയുള്ളത്. ഓണപ്പുടവ എടുത്ത് നിൽക്കുന്ന ഓമനയാണ് കൂടുതൽ ഭംഗിയുള്ളതെന്നാണ് ഓമന പറയുന്നത്. 2-ാമത്തെ പ്രവർത്തനം നോക്കാം. ചിത്രം വരയ്ക്കാം. കവിതയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട വരികളുടെ ആശയം വരുന്ന ചിത്രങ്ങൾ ഇതുപോലെ വരച്ചു നോക്കൂ. ഈ ചിത്രം കണ്ടില്ലേ? ഒരു കുട്ടി ഊഞ്ഞാലാടുന്നു. ഏത് വരിയിലാണത്? മാമൻ കെട്ടിത്തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. അതുപോലെ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുന്ന, എളുപ്പം ചിത്രം വരയ്ക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? അതിന് തൊട്ട് മുമ്പിലത്തെ വരി നോക്കൂ. ഓണസദ്യ തോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം. അപ്പോൾ അവിടെ നമുക്ക് എന്തിൻ്റെ ചിത്രം വരയ്ക്കാം? ഒരു ഓണസദ്യയുടെ ചിത്രം വരയ്ക്കാവുന്നതാണ്. ഇലയും നിറയെ വിഭവങ്ങളും ഒക്കെ, ചോറും പായസവും ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഓണസദ്യയുടെ ചിത്രം വരയ്ക്കാം. പിന്നീട് ആദ്യത്തെ വരികളിൽ നോക്കിയേ. മുറ്റം ചെത്തി വെടിപ്പാക്കേണം, പുത്തൻ പൂക്കളം എഴുതേണം, ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം. അത് വേണമെങ്കിൽ നമുക്ക് ഒരു അത്തപ്പൂക്കളമൊക്കെ വരച്ച് അതിന് നടുവിലൊരു ഓണത്തപ്പനൊക്കെ ഉള്ള ഒരു ചിത്രം വേണമെങ്കിൽ വരയ്ക്കാം. ഇതുപോലെ നിരവധി ചിത്രങ്ങൾ വരയ്ക്കാവുന്ന സന്ദർഭങ്ങൾ കവിതയിലുണ്ട്. അത് കണ്ടെത്തി ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. 3-ാമത്തെ പ്രവർത്തനം ശബ്ദഭംഗി കണ്ടെത്താം. മാമൻ കെട്ടിത്തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. അതിനകത്ത് ശബ്ദഭംഗി ഏതൊക്കെയാണ്? മാമൻ, മാവിൻ, അതൊരുപോലെ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്നതാണ് അല്ലേ? ഏകദേശം ഒരേ ശബ്ദഭംഗിയുള്ളതാണ്. മാമൻ, മാവിൻ. ഇതുപോലെ കവിതയ്ക്ക് ശബ്ദഭംഗി നൽകുന്ന പദങ്ങൾ കണ്ടെത്താമല്ലോ. മറ്റു 2 വരികൾ നോക്കിയേ. ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം. അവിടെ ഏതൊക്കെയാണ്? ഓണം, ഓണത്തപ്പൻ, അതിനകത്ത് ചാണം. ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം. മറ്റു വരികൾ ഉറുദുവിലുണ്ടല്ലോ അല്ലേ? മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്ക് ഗമയില്ല. മുത്തുക്കുട, മുക്കുറ്റി അല്ലേ? അതും വേണമെങ്കിൽ ശബ്ദഭംഗിക്ക് നമുക്ക് കണ്ടെത്താവുന്നതാണ്. അവസാനത്തെ പ്രവർത്തനം ഇതായിരുന്നു. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. ആരുടെ ജീവചരിത്രക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്? ഏറ്റുമാനൂർ സോമദാസൻ. ഇദ്ദേഹമാണ് ഈ കവിത എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കി നോക്കാം. 1936 മെയ് 16 എസ് മാധവൻപിള്ള പാറുക്കുട്ടി അമ്മ ദമ്പതികളുടെ മകനായി ഏറ്റുമാനൂർ കുറുക്കൻ കുന്നേൽ തറവാട്ടിൽ ജനിച്ച എം സോമദാസൻ പിള്ള എന്ന ഏറ്റുമാനൂർ സോമദാസൻ. ഏറ്റുമാനൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ, കോട്ടയം CMS കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, തിരുവനന്തപുരം എറണാകുളം ലോ കോളേജുകൾ, ചങ്ങനാശ്ശേരി SB കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. 1959 മുതൽ 64 വരെ കമ്പിത്തപാൽ വകുപ്പിൽ ജോലി ചെയ്തു. 66 മുതൽ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലും തുടർന്ന് വിവിധ NSS കോളേജുകളിലും മലയാള അധ്യാപകനായിരുന്നു. 91 പെരുന്ന NSS കോളേജിൽ നിന്ന് ഫസ്റ്റ് ഗ്രേഡ് പ്രൊഫസറായി വിരമിച്ചു. 91 മുതൽ 2009 വരെ പെരുന്നയിൽ മലയാള വിദ്യാപീഠം എന്ന
പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തി. 1951 വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സഖി, 54 നീ എൻ്റെ കരള എന്നീ നോവലുകൾ പ്രസിദ്ധീകരിച്ചു. തുടർന്ന് ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതി. 1956 പടവാളില്ലാത്ത ഒരു കവി എന്ന ആദ്യ കവിതാ സമാഹാരം, 2009 അതിജീവനം എന്ന ബൃഹത് നോവൽ, 58 PR ചന്ദ്രൻ്റെ പുകയുന്ന തീമലകൾ എന്നീ നാടകത്തിനാണ് അദ്ദേഹം ആദ്യം ഗാനങ്ങൾ എഴുതിയത്. തുടർന്ന് ചങ്ങനാശ്ശേരി ഗീത, തരംഗം, പെരുമ്പാവൂർ നാടകശാല തുടങ്ങിയ നാടക സമിതികൾക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതി. 67 അടൂർ ഗോപാലകൃഷ്ണൻ്റെ കാമുകി എന്ന ചിത്രത്തിനു വേണ്ടി 4 ഗാനങ്ങൾ എഴുതി. VK ശശിധരനും PK ശിവദാസും ചേർന്ന് ശിവൻ ശശി എന്ന പേരിൽ ചിട്ടപ്പെടുത്തിയെങ്കിലും ചിത്രം റിലീസായില്ല. ഈ ചിത്രത്തിലെ ജീവനിൽ ജീവൻ്റെ, വാടിക്കൊഴിഞ്ഞ എന്നീ ഗാനങ്ങൾ പിന്നീട് തീരങ്ങൾ എന്ന ചിത്രത്തിൽ ഉൾപ്പെടുത്തി. അക്കൽദാമയാണ് ആദ്യം പുറത്തു വന്ന ചിത്രം. പിന്നീട് മകം പിറന്ന മങ്ക, കാന്തവലയം എന്നീ ചിത്രങ്ങൾക്കും പാട്ടുകൾ എഴുതി. സമഗ്ര സംഭാവനയ്ക്കുള്ള 2010 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ഏറ്റുമാനൂർ സോമദാസൻ, വാമദേവൻ പുരസ്കാരം, കൃഷ്ണഗീതി പുരസ്കാരം, മൂലൂർ കവിതാ അവാർഡ് 2002, ഉള്ളൂർ സ്മാരക പുരസ്കാരം 2010 എന്നിവയും ലഭിച്ചിട്ടുണ്ട്. ഇത്രയായിരുന്നു പ്രവർത്തനങ്ങൾ. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.